ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ദേവഗായത്രി ഭാഗം 12. നീ എന്താ ആലോചിക്കുന്നേ? കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഗായത്രിയോട് ദേവ ചോദിച്ചു. കാറിൽ കയറിയതിൽ പിന്നെ അവൾ മൗനമായിരുന്നെന്ന് ദേവ ശ്രദ്ധിച്ചിരുന്നു. അത് അമ്മു പറഞ്ഞ കാര്യം കേട്ടിട്ടാണെന്ന് അവന് മനസ്സിലായിരുന്നു. ദേവേട്ടാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. അമ്മുവിന്റെ ആവശ്യം കേട്ടില്ലേ? നമ്മുടെ റിലേഷനിൽ ആത്മാർത്ഥത തോന്നിയത് കൊണ്ടല്ലേ അമ്മു അങ്ങനെ ചോദിച്ചത്? എന്നിട്ടും സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല. എനിക്കൊന്നും വേണ്ട, പക്ഷേ അവർക്കൊന്നും കിട്ടരുത്. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായല്ല. അത് അച്ഛനെ ഒരു തരി പോലും സ്നേഹിച്ചിട്ടില്ലാത്ത അവർക്ക് കിട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു നാടകത്തിന് ഞാൻ നിന്നത്. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാ നിന്നെയും ഞാൻ. ഗായത്രി എന്തായാലും വിഷമിക്കണ്ട. 1 കൊല്ലം തീരുന്ന ദിവസം തന്നെ ഞാൻ തന്നെ ഫ്രീ ആക്കാം. അത് എന്തു തന്നെ സംഭവിച്ചാലും. ദേവ അത് പറയുമ്പോൾ അവളെന്തെങ്കിലും അതിനെ എതിർത്തു പറയുമോ എന്നറിയാനായിരുന്നു ദേവ അങ്ങനെ പറഞ്ഞത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗായത്രിക്ക് തന്നോടുള്ള സമീപനത്തിൽ എന്തോ മാറ്റം വന്നിരുന്ന പോലെ അവന് തോന്നിയിരുന്നു. ഗായത്രിയുടെ മറുപടിക്കായി ദേവ് അവളെ നോക്കിയെങ്കിലും അവൾ ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ടതും താൻ വിചാരിച്ച പോലെ ഒന്നുമില്ലെന്ന് അവന് മനസ്സിലായി. എന്തുകൊണ്ടോ അവൾ എഗ്രിമെന്റ് അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു മറുപടി പറഞ്ഞു കേൾക്കാൻ അവനും ആഗ്രഹിച്ചിരുന്നു. അവളുടെ മൗനം അവനിൽ സങ്കടമുണ്ടാക്കി. എന്നാൽ അതേസമയം അവനെ പിരിയേണ്ട കാര്യം ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവ കാണാതിരിക്കാനായി അവൾ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. ദേവിയിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവളുടെ മനസ്സ് വിളിച്ചു പറയുമ്പോഴും അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. കാരണം 1 കൊല്ലം കഴിഞ്ഞ് തന്നെ പറഞ്ഞു വിടാൻ തയ്യാറായാണ് ദേവ ഇരിക്കുന്നത് എന്നത് അവന് തന്നോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലെന്ന് കാട്ടിത്തരുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. അമ്മു എല്ലാം അറിയുമ്പോൾ ക്ഷമിക്കൂ എന്നോട്? ഞാൻ ചതിച്ചു എന്ന് കരുതില്ലേ? കുറച്ചു കഴിഞ്ഞ് ഗായത്രി ചോദിച്ചു. അതൊന്നും ആലോചിച്ച് ഗായത്രി ടെൻഷൻ ആവണ്ട. 1 കൊല്ലം കഴിഞ്ഞ് താൻ തന്റെ കാര്യം നോക്കി പോയിക്കോളൂ. അമ്മുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൾ അവനെ വിട്ടുപോകുമെന്ന ചിന്ത അവനിൽ ദേഷ്യമായി മാറി. അത് വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു. എന്നാൽ അത് കേട്ടതും അതുവരെ പിടിച്ചു വെച്ചിരുന്ന അവളുടെ കണ്ണുനീർ അണ പൊട്ടി ഒഴുകി. ഗായത്രി കരയുന്നത് കണ്ടതും ദേവ സ്വയം നെറ്റിയിൽ കൈകൊണ്ടടിച്ചു കാർ വേഗം ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ഗായത്രി, എടോ പ്ലീസ്, താനിങ്ങനെ കരയല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എടോ. അവളോട് എന്ത് പറയണമെന്ന് അവനറിയുമായിരുന്നില്ല. അവളുടെ കണ്ണുനീർ അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കരഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്നും ദേവേട്ടനെ സമ്മതിക്കുന്ന കാര്യമല്ല. 1 വർഷം കഴിഞ്ഞ് പോകേണ്ടവളല്ലേ. അത് ഞാൻ ഓർക്കണമായിരുന്നു. അമ്മു എന്നോട് അടുപ്പം കാണിച്ചപ്പോൾ ഞാൻ തിരിച്ചത് കാണിക്കാൻ പാടില്ലായിരുന്നു. അഭിനയിക്കാൻ വന്നവളല്ലേ, സ്നേഹവും അഭിനയിക്കണമായിരുന്നു. അത് ഞാൻ ഓർത്തില്ല. സോറി. സ്വയം കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അവളുടെ സംസാരം അവന് ദേഷ്യമുണ്ടാക്കി. ആ ദേഷ്യം സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ച് പുറത്തു കാണിച്ചു ദേവ. അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അവനോടൊന്നും തന്നെ ഗായത്രി സംസാരിക്കാൻ പോയില്ല. പിന്നീടുള്ള യാത്രയിൽ 2 പേരും മൗനമായിരുന്നു. ആരൊക്കെയായി വന്നിരിക്കുന്നേ? വാ ദിവാകര, കേറി വാ. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വാ നിമ്മി മോളെ, വന്നിവിടെ ഇരിക്കേ. ദേവകിയുടെ വീട്ടിലേക്ക് വന്ന ദിവാകരനെയും നിമ്മിയെയും ദേവകി അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. താങ്ക്സ് മോളു. നിമ്മി ഒരു സമ്മാനപ്പൊതി അമ്മൂന് നേരെ കൊടുത്തു. എന്തിനാ മോളെ ഇതൊക്കെ? എന്റെ ഒരു സന്തോഷത്തിനല്ലേ ആൻറ്റി. ഓ ശരി ശരി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ദിവാകര, ഇവൾക്ക് കല്യാണം ആലോചിക്കുന്നില്ലേ?
നിമ്മിയെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ദേവകി ചോദിച്ചു. ഉവ്വ് ചേച്ചി, വയസ്സ് കുറെ ആയിന്നേ. ഇത്രയും കാലം ഇവിടെ ദേവന് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വേറെ ആലോചനകളൊന്നും നോക്കിയിരുന്നില്ല. ഇനി പറ്റിയ ആലോചനകൾ നോക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. അത് കേട്ടപ്പോൾ നിമ്മിയുടെ ചുണ്ടിൽ ആരും കാണാതെ ഒരു ചിരി വിരിഞ്ഞു. അതെ, പെട്ടെന്ന് തന്നെ നടക്കും, നടത്തും ഞാൻ. അതിനിനി അധിക താമസമില്ല. ദേവയെ എൻ്റെ മാത്രമാക്കും ഞാൻ, എന്നേക്കുമായി, അവൾ മനസ്സിൽ കരുതി. അല്ല, മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ആൻറ്റി. അല്ല, ദേവയും ഗായത്രി എവിടെ? ഇവിടെ ഇല്ലേ രണ്ടുപേരും? അവര് മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. വേഗം വിളിക്കാം ആൻറ്റി. അവർക്കും എൻ്റെ വക ഒരു ചിന്ന ഗിഫ്റ്റുണ്ട്. നിമ്മി പറഞ്ഞതും ദേവകി അവളെ സംശയത്തോടെ നോക്കി. ഗിഫ്റ്റോ? അതെന്താ മോളെ? അതൊക്കെ പറയാന്നേ. അവരൊന്ന് വന്നോട്ടെ. ദേ വരുന്നു നീ അന്വേഷിച്ചവർ. കോണിറങ്ങി വരുന്ന ദേവയെയും ഗായത്രിയെയും കണ്ട് ദിവാകരൻ പറഞ്ഞു. അങ്കിൾ എപ്പോ വന്നു? ദിവാകരനെ കണ്ടതും ദേവ ചോദിച്ചു. അടുത്തു നിന്നിരുന്ന നിമ്മിയെ അവൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല. ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ ദേവ. ഇന്ന് ചേച്ചിയുടെ പിറന്നാളല്ലേ, ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം, അതാ വന്നത്. നിമ്മിയെ കാണിച്ച് ദിവാകരൻ പറഞ്ഞതും ഗായത്രിയുടെ കണ്ണുകൾ അവളിലെത്തി. ദേവയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന നിമ്മിയെ കണ്ടതും അവളിൽ അസ്വസ്ഥതയും അസൂയയും നിറഞ്ഞു. അവൾ വേഗം ദേവയെ മറഞ്ഞ് അവൻ അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അവൻ അവളെ സംശയത്തോടെ നോക്കി. ആ യക്ഷി അവിടെ നിന്ന് കണ്ണുകൊണ്ട് നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ മനുഷ്യ? നാണമില്ലാണ്ട് അവളുടെ മുന്നിൽ ഷർട്ടിന്റെ ബട്ടന് തുറന്നിട്ട് നിൽക്കുന്നു. ഗായത്രി കലിപ്പോടെ പറഞ്ഞതും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ തന്നോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയതിൽ അവൻ ഒരുപാട് സന്തോഷം തോന്നി. അവൻ ചിരിക്കുന്നത് കണ്ടതും തന്നെ കളിയാക്കുന്നതായാണ് അവൾക്ക് തോന്നിയത്. ഉയർന്ന ദേഷ്യത്തിൽ അവൾ തന്നെ അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് ബട്ടൺ ഇട്ടുകൊടുത്തു. അവളുടെ സാമീപ്യം അത്രയും അടുത്തറിഞ്ഞതും അവന്റെ കൈകൾ യാന്ത്രികമായി അവളെ തന്നിലേക്ക് അടുപ്പിക്കാനായി ഉയർന്നുപോയി. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിന്നിരുന്ന നിമ്മി അടുത്തുള്ള ഫ്ലവർ വേസ് തട്ടി താഴെയിട്ടു. ആ ശബ്ദത്തിൽ ഞെട്ടി ഗായത്രിയും ദേവയും അകന്നു മാറി. അയ്യോ, സോറി ആൻറ്റി, എന്റെ കൈ അറിയാതെ തട്ടിയതാ. അത് സാരമില്ല മോളെ, അതൊക്കെ പോട്ടെ. മോനെ ദേവാ, എനിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കുട്ടി. ഞങ്ങൾക്കോ? എന്താ നിമ്മി, എന്താ നീ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നേ? ഗായത്രിയെ കാണിക്കാൻ വേണ്ടി തന്നെ നിമ്മിയെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചാണ് ദേവ ചോദിച്ചത്. അവന്റെ ചിരി കണ്ടതും നിമ്മി ഗായത്രിയെ ഒരു പുച്ഛത്തോടെ നോക്കി. നിമ്മി ഒരു കവർ എടുത്ത് ദേവയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കവർ തുറന്നു നോക്കിയതും കണ്ടത് വിശ്വസിക്കാനാകാതെ ദേവ തരിച്ചു നിന്നു. അവന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. ദേവയുടെ നിൽപ്പ് കണ്ട് പന്തികേട് തോന്നിയ ഗായത്രി ആ കവർ വാങ്ങി നോക്കി. ആ കവറിൽ 2 ടിക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ നിമ്മിയത്? ഒന്നും മനസ്സിലാകാതെ ഗായത്രി ചോദിച്ചു. ഗായത്രി എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നേ? ഇത് നാളെ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ലക്ഷറി ഷിപ്പിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റാണ്. കൊച്ചിയിൽ നിന്നും ഗോവയ്ക്കുള്ള ഷിപ്പാണത്. ഇത് വെറും ടിക്കറ്റല്ല കേട്ടോ, അവിടെ ഹണിമൂൺ കപ്പിൾസിനുള്ള ടിക്കറ്റാണ്. പറഞ്ഞു നിർത്തി അവൾ ദേവയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. നിമ്മി പറഞ്ഞത് കേട്ടതും ഞെട്ടിക്കൊണ്ട് ഗായത്രി നോക്കിയത് ദേവയെയാണ്. അവന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. അന്ന് അവൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും ഒപ്പിക്കുമെന്ന് അവനും വിചാരിച്ചിരുന്നില്ല. ഹണിമൂണോ? ഇപ്പോഴോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 2 മാസം ആവാറായില്ലേ? ഇനി എന്തിനാ ഇതൊക്കെ? ഇതൊന്നും വേണ്ട. ദേവിയുടെ ശബ്ദം അവിടെ വല്ലാതെ ഉയർന്നിരുന്നു. ഹ, നീ എന്താ ദേവി ഇങ്ങനെ? ആ കുട്ടി സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ, പിന്നെ
കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അല്ലാണ്ട് 20 കൊല്ലൊന്നും ആയില്ലല്ലോ. പിന്നെന്താ പോയാല്? അവനെ നോക്കി ദേഷ്യത്തോടെ ദേവകി ചോദിച്ചു. അത് അമ്മു, നീ ഒന്നും പറയണ്ട. നാളെ നിങ്ങൾ പോകുന്നു. ഇതെന്റെ തീരുമാനമാണ്. അത് കേട്ടതും തന്റെ പ്ലാൻ വർക്കായതിലുള്ള സന്തോഷത്തിൽ നിമ്മി ചിരിച്ചു. നടക്കില്ല അമ്മു. എനിക്കങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. നിമ്മിയുടെ പ്രവൃത്തിയിൽ എന്തോ പന്തികേട് തോന്നിയ ദേവ അവളുടെ ഓഫർ ശക്തമായി തന്നെ എതിർത്തു. അതൊന്നും സാരമില്ല മോളെ ഗായത്രി, നീ ഞാൻ പറഞ്ഞത് കേൾക്കില്ലേ? നിമ്മി ഇത്രയും സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യം തള്ളിക്കളയുന്നത് ശരിയല്ല. മോൾക്ക് പോകാൻ സമ്മതമല്ലേ? ദേവകി ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ ഗായത്രി നിന്നുപോയി. ഇതുവരെ ദേവകി പറയുന്ന കാര്യങ്ങളൊന്നും എതിർത്തിട്ടില്ല. പക്ഷേ ഇത് അവളുടെ മൗനം സമ്മതമായി എടുത്തു ദേവകി. കണ്ടോടാ, മോൾക്ക് പോകുന്നതിന് സമ്മതമാ. ഇനി നീ ഒന്നും പറയണ്ട. വേഗം നാളേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ദേവകി പറഞ്ഞതും ഗായത്രിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ദേവമുറിയിലേക്ക് കയറിപ്പോയി. നിമ്മി പതുക്കെ അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൾ ചെവിയിൽ പറഞ്ഞു. നിനക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ട് മോളെ ഗായത്രി. നിന്റെ സന്തോഷമെല്ലാം ഈ യാത്രയോടുകൂടി അവസാനിക്കും. നീയും ദേവയും കൂടിയുള്ള നാടകം എല്ലാം പൊളിയും. ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും നിനക്ക്. നിന്നെ ചേർത്ത് പിടിക്കുന്ന അമ്മ തന്നെ നിന്നെ വെറുക്കും. കാത്തിരുന്നോ നീ? നിമ്മി പറഞ്ഞത് എന്തു ഉദ്ദേശിച്ചതാണ് എന്ന് മനസ്സിലാകാതെ ഗായത്രി കുഴങ്ങി. അവൾക്ക് താനും ദേവേട്ടൻ തമ്മിലുള്ള എഗ്രിമെന്റിനെ പറ്റി അറിയുമോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. ഗായത്രി, വേഗം പാക്കിംഗ് തുടങ്ങിക്കോളൂ. നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. രാത്രി റൂമിലേക്ക് വന്ന് ഗൗരവത്തോടെ ദേവ പറഞ്ഞു. ഗായത്രി, താൻ വിളിച്ചിട്ടും കേൾക്കാത്ത പോലെ എന്തോ ആലോചനയിലിരിക്കുന്നവളെ അവൻ ഒന്നുകൂടി വിളിച്ചു. നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? നാളെ പോകുന്ന കാര്യമാണെങ്കിൽ അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ തന്നെയല്ലേ പോകാൻ സമ്മതം അറിയിച്ചത്. അവന്റെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. എനിക്ക് ഹണിമൂണിന് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല. മുതിർന്നവർ അതാരായാലും പറയുന്നതൊന്നും എതിർത്തിട്ടില്ല ഇതുവരെ. പക്ഷെ അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും ദേവ ഒന്നയഞ്ഞു. പിന്നെന്തിനാ നീ ടെൻഷൻ അടിക്കുന്നേ? ഇവിടെ ഈ റൂമിനുള്ളിൽ നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അവിടെയും. എന്നെ വിശ്വാസമല്ലേ നിനക്ക്? അതൊന്നല്ല നിമ്മി. അവൾ പോകുന്നതിന് മുന്നേ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്ത് കാര്യം? ഗായത്രി പറഞ്ഞതും ദേവ സംശയത്തോടെ അവളെ നോക്കി. അത് എനിക്കുള്ള എന്തോ പണി പിന്നാലെ വരുന്നുണ്ടെന്ന്. ഒപ്പം നിമ്മി പറഞ്ഞ കാര്യങ്ങൾ അവൾ ദേവയോട് പറഞ്ഞു. ഓഹോ, അങ്ങനെ പറഞ്ഞോ? ശരി, പണി വരട്ടെ, നമുക്ക് കാണാം. നീ വേഗം പാക്ക് ചെയ്യാൻ നോക്ക്. മനസ്സിൽ പലവിധ കണക്കുകൂട്ടലുകളോടെ ദേവ അവളോട് പറഞ്ഞു. ഡാഡി, നാളെ നേരത്തെ ഞാൻ ഇറങ്ങും. ദിവാകരൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നിമ്മി പറഞ്ഞു. മോളെ, അവനെ നിന്നെ ഷിപ്പിൽ വെച്ച് കണ്ട പ്രശ്നമാവില്ലേ? ഇല്ല ഡാഡി, ആരും എന്നെ കാണില്ല. എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദേവ എനിക്ക് സ്വന്തമായിട്ടുണ്ടാവും. അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, കാഞ്ഞ ബുദ്ധി അവന്. ഒരു തരിമ്പ് പോലും സംശയം തോന്നിയാൽ അവൻ കള്ളത്തനം കണ്ടുപിടിക്കും. പിന്നെ നമ്മുടെ ആളുകളെയൊക്കെ സെറ്റാക്കിയിട്ടില്ലേ? അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആരും ഒന്നും കണ്ടുപിടിക്കില്ല. ഈ യാത്ര എൻ്റെയും ദേവയുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കും ഡാഡി. ഓൾ ദി ബെസ്റ്റ് മോളു. ദിവാകരൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ തന്നെ ദേവയും ഗായത്രിയും അമ്മുവിനോട് യാത്ര പറഞ്ഞിറങ്ങി. പോകാൻ നേരം ഒന്നുകൂടി അമ്മു രണ്ടാളെയും ബർത്ത്ഡേ ഗിഫ്റ്റിനെ പറ്റി ഓർമ്മപ്പെടുത്തി. ഇത്രയും വലിയൊരു ഷിപ്പ് ഗായത്രി തന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അവർ രണ്ടുപേരും ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് നടന്നു. പലവിധ കണക്കുകൂട്ടലുകളോടെ
അവർ കാണാതെ നിമ്മിയും അകത്തേക്ക് നടന്നു. എന്നാൽ നിമ്മി കാണാതെ അവളെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ കൂടി ആ യാത്രയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ദേവയുടെയും നിമ്മിയുടെയും മാത്രമല്ല, ഗായത്രിയുടെയും ജീവിതം അയാളുടെ പ്രവൃത്തിയിൽ മാറി മറിയും എന്നറിയാതെ